യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവന് പറ്റുന്ന പിഴവുകളാണ്, അല്ലെങ്കിൽ അവന് ജീവിതത്തിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് അവൻ്റെ പരാജയത്തിന് കാരണം. നമ്മൾ എന്തിനെ ഭയപ്പെടുന്നുവോ അത് നമ്മളെ കീഴടക്കും. പക്ഷേ അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഒരു സംശയം ആണ്, ഈ ശത്രു എന്നുള്ള സങ്കല്പമാണ്. ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പലപ്പോഴും ആളുകൾ സമീപിക്കുന്നത് എനിക്ക് ഭയങ്കര ശത്രുക്കളാണ് അല്ലെങ്കിൽ ഭയങ്കര ശത്രുദോഷമാണെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പം ഒരാളുടെ ശത്രു അത് ആരാണ്, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ എങ്ങനെയാണ് ഒരു ശത്രുദോഷത്തെ അതൊരു പ്രതിവിധി നിർദ്ദേശിക്കാൻ പറ്റുക? ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയൽ ആത്മന്യേവ ആത്മനോ ബന്ധുര ആത്മൈവ രിപുരാത്മന. നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധു നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ്. ആത്മാന്ന് പറഞ്ഞാൽ അവനവൻ എന്നുള്ള അർത്ഥമാണ്, സെൽഫ്. അപ്പോൾ അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും അവനവൻ്റെ ശത്രു. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം വെച്ചെന്നാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ച് അവനവൻ നല്ല പോസിറ്റീവായിട്ട് കാണുക. എന്നാൽ ആത്മാനം അവസാദയിൽ ഒരിക്കലും അവനവനെ ഇകഴ്ത്തി കാണരുത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നാണ് ഈ ശത്രുദോഷം എന്ന വിഷയം വരുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴോ അവൻ ധരിക്കുന്നത് അത് അവൻ്റെ കുഴപ്പമല്ല, വേറെ ആരോ എന്തോ അവൻ ചെയ്തിട്ടാണ് എന്നൊരു ധാരണയുണ്ട്. ഈ ധാരണയെ പോഷിപ്പിക്കാൻ പറ്റുന്ന കുറേ ആളുകൾ മന്ത്രവാദവും ജ്യോതിഷവും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ട് തന്നെ. അതാണ് ഇതിനകത്തുള്ള സംഭവം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവന് പറ്റുന്ന പിഴവുകളാണ്, അല്ലെങ്കിൽ അവന് ജീവിതത്തിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് അവൻ്റെ പരാജയത്തിന് കാരണം. അത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൻ്റെ ധർമ്മം. അതിനു പകരം അത് മറ്റവൻ ചെയ്ത കൂടോത്രത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കാശ് മേടിപ്പിക്കുക, അവനെ കൊണ്ട് പൂജ നടത്തി കാശ് മേടിപ്പിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എന്തിനെ ഭയപ്പെടുന്നുവോ അത് നമ്മളെ കീഴടക്കും. അപ്പോൾ നമ്മളുടെ അയലോക്കത്തൊരുത്തൻ നമ്മൾക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ ഈ സംശയം എത്രമാത്രം കാലം നിലനിൽക്കുന്നോ അത്രയും കാലം ഇവൻ നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അത് അവൻ്റെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കും. അവന് പൊതു സമൂഹത്തിൽ പോലും നരജുവെ മുഖത്ത് നോക്കി, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാൻ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു സ്ട്രേ ഡോഗിനെ കാണുകയാണ്. ഈ പട്ടി എന്നെ കടിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ പുറകോട്ട് മാറിയ പട്ടി കടിച്ചിരിക്കും. നമ്മൾ ആ പട്ടിയെ മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യില്ല. അപ്പം നമ്മൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദോഷം നമ്മളെ ബാധിക്കാൻ കാരണം. അപ്പോൾ ഭയമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതെ, അത് തികച്ചും സൈക്കോളജിക്കലാണ്. നമ്മളുടെ ഒരു ശത്രുവിനെ നമ്മൾ കാണുമ്പോൾ ആ ശത്രു നമ്മളെ എന്തോ ചെയ്യുമെന്നുള്ള വിശ്വാസം നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും. അങ്ങനെ ഒരാൾ ഒരു ജ്യോതിഷനെ സമീപിക്കുമ്പോൾ എന്തുപദേശമാണ് ഇപ്പൊ സാറിനെ സംബന്ധിച്ച് എന്തുപദേശമായിരിക്കും? ഞാനിത് ഇതേ മെത്തേഡിൽ തന്നെയാണ് പറയാറ്. ചിലവർ ഇതിൽ അടിയുറച്ചങ്ങ് വിശ്വസിച്ചിട്ടായിരിക്കും വരെ, എന്നെ ഇന്ന ആൾ ഇന്ന പ്രശ്നം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. അത് നമ്മളിപ്പോൾ ഇതുപോലെ അല്ല, അതിനെന്താന്ന് വെച്ചാൽ അത് അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവനിൽ ആ വിശ്വാസത്തെ നമ്മൾ എഗൈൻസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അവന് അതിൻ്റേതായ ചില പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനം നടത്താനും പൂജകളൊക്കെ ചെയ്യാനും ഒക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ദോഷം മാറി എന്ന ഒരു ബോധ്യം അവന് വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി വരും. അത് അതേസമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റേയാളിതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന സങ്കല്പമാണ്. അപ്പോൾ ആ ഒരു മാനസികമായ ആ ഒരു ശങ്ക മാറ്റിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം ചെയ്യേണ്ടത്. പക്ഷെ ഭൂരിഭാഗം പേരും അങ്ങനെ അല്ല ചെയ്യുന്നതെന്നൊരു പരാതി എനിക്കുണ്ട്. അതൊരു തെറ്റായൊരു കാഴ്ചപ്പാടാണ്. ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഈ വിഷം കുത്തിവയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് പലപ്പോഴും പലർക്കും അങ്ങനെ ഒരു ശങ്ക വന്നിട്ട് പിന്നെ അത് മാനസികമായിട്ടുള്ളൊരു രോഗം പോലെയായി മാറും. എന്ത് കാര്യത്തിനും സംശയരോഗം എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ കുഴപ്പമുണ്ട്. ശരിക്ക് ശത്രുദോഷം എന്ന് പറയുന്നത്, ജ്യോതിഷത്തിൽ പറയുന്ന ശത്രുദോഷം പല കാര്യങ്ങൾ കൊണ്ടും
പുരാതന, അതായത് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരുന്ന കാലഘട്ടത്തിൽ അന്നിങ്ങനെയുള്ള മന്ത്രവാദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. മാന്ത്രികമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സിദ്ധി വരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് അങ്ങനെയൊന്നും അത്രയൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും വലിയ കാര്യമായ പ്രസക്തിയില്ല. പിന്നെ ഈ ഭയം ഉണ്ടാകുമ്പോൾ അവൻ്റെ ഓറയിലും ആ ഭയം ബാധിക്കും. അത് രോഗത്തെ ഉണ്ടാകും. പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി വരും. അത് ശാരീരികമായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഈ മാനസികമായ ചിന്ത, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പല രോഗങ്ങളുടെയും കാരണം. ശത്രുദോഷം പോലെ തന്നെ വേറെ പല ഘടകങ്ങളും ഉണ്ട്. നമ്മളുടെ ധാർമ്മികമല്ലാത്ത ജീവിത രീതിയിലും അതൊക്കെ വന്നുവിടാം. പക്ഷേ അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഒരു സംശയം ആണ്, ഈ ശത്രു എന്നുള്ള സങ്കല്പമാണ്. അത് പരിഹരിക്കപ്പെട്ടാൽ തന്നെ വലിയ ഒരു സമാധാനം മനുഷ്യനുണ്ടാവും. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഭഗവത്ഗീതയിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായി ഒരു ശ്ലോകം തന്നെ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവാത്തതിന്റെ കാര്യം എന്തായിരിക്കും? അവരത് പഠിക്കാത്തതുകൊണ്ട്. ഭഗവത്ഗീത ആരാ പഠിക്കുന്നത്? അല്ല, ഇപ്പം ഒരു ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത ഒരു അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് വീട്ടിൽ വെച്ച് വിളക്ക് വയ്ക്കുന്നിടത്ത് വെച്ചിട്ട് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും അടുത്ത്. അല്ലാണ്ട് അത് തുറന്ന് വായിക്കുന്ന സ്വഭാവമോ വായിച്ചാൽ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കുന്ന സ്വഭാവമോ ഇനി അത് വേണ്ട മാതിരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആചാര്യന്മാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു പരിധി വരെ മനഃപൂർവ്വം അതിനെ കണ്ടില്ല എന്ന് നടിക്കും. അതെ, അതൊക്കെ ഒരു പൗരോഹിത്യ വർഗത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. അങ്ങനെ ആയിപ്പോവും. അതേസമയത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്കായിട്ട് കോളേജുകളിലെ റെഫറൻസ് ഗ്രന്ഥമാണ്. ഒരാൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പിലുള്ള ആളുകളൊക്കെ ഭഗവത്ഗീതനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്, പഠിക്കുക എന്നുള്ളതാണ് ആവശ്യം. ആ പഠനം നടക്കാത്തതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അതായത് ഈ ശത്രു എന്നുള്ള സങ്കല്പത്തിൽ ഇപ്പോൾ നേരിട്ടുള്ള ശത്രുതകളുണ്ടാവും. വഴക്കുണ്ടായി, ബഹളുണ്ടായി, അടി ബഹളമൊക്കെ ഉണ്ടായി, പോലീസ് കേസൊക്കെ, അത് ശത്രുത തന്നെയാണ്. പക്ഷെ ആ ശത്രുതയിൽ പോലും നമുക്കത് പരിഹരിക്കാൻ പറ്റും ഈ മാനസികാവസ്ഥ മാറിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഭൂമിയുടെ തർക്കം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ചേട്ടനനിയന്മാർ തമ്മിലുള്ള തർക്കം, ഇതൊക്കെ വരുന്നതിനകത്ത് കുറേ വേറെ ചില ഘടകങ്ങളും കൂടിയുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സഹകരിക്കാൻ, അതായത് നമ്മളെ കുടുംബ ബന്ധുക്കൾ തമ്മിൽ സഹകരിക്കാൻ, അല്ലെങ്കിൽ അയൽവക്കങ്ങൾ സഹകരിക്കാനൊക്കെ ആയിട്ട് നമ്മളുടെ കുടുംബങ്ങളിൽ ഓരോ വിശേഷ സംഭവങ്ങളുണ്ടാകും. ഇപ്പോൾ ഫാമിലിയിൽപ്പെട്ട സഹോദരങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ, അല്ലെങ്കിൽ അവരെ ഒന്നിച്ചു കൂടാനായിട്ട് പറ്റുന്ന ഒരു കാര്യം അച്ഛൻ്റെയോ അമ്മയുടെയോ മരണം, അല്ലെങ്കിൽ അതുപോലുള്ള കർമ്മങ്ങളാണ്. ശ്രാദ്ധകർമ്മങ്ങൾ, വാർഷികമായിട്ട് ആചരിക്കുന്ന കർമ്മങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്നുള്ള ഒരു ഉള്ളിലൊരു ബോധം വരികയും ആ ബോധത്തോടു കൂടി സഹകരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. അപ്പോൾ അവിടെ സ്ഥലത്തിൻ്റെയോ സെൻറ്റുകളുടെയോ ഒക്കെ വ്യത്യാസത്തിൽ വരുന്ന തർക്കങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സഹകരണങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നൊരവസ്ഥ. ശത്രുദോഷം കൂടും. അപ്പോൾ ശത്രുത കൂടും. അതാണ് കാര്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ, അവരുടെ ഒരു ധാർമ്മിക ബോധത്തിൻ്റെ ഒരു പോരായ്മയും ഈ ശത്രുത ഉണ്ടാക്കാൻ ഇടയാക്കും. അതായത് ഒരു പരിധിവരെ ഇതൊക്കെ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.